ഓക്കെ എടാ 2026 നീറ്റിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, വലിയൊരു സീനൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കീയിലൂടെ നമുക്കൊന്ന് പോവാം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൂവിങ് ചാർജ് ആൻഡ് മാസ് എന്നുള്ളൊരു പേപ്പർ എന്നാണ്. 100 ടേൺസ് ആ ചാപ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ടേൺസ് 100 ആണ്. എടാ അതിൻ്റെ റേഡിയസ് വന്നിട്ട് 5 സെൻറ്റിമീറ്റർ. ഒരു സർക്കുലർ കോയിൽ അതിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കറൻറ്റും കണ്ടുപിടിക്കണം, മാഗ്നറ്റിക് മൊമെൻറ്റും കണ്ടുപിടിക്കണം. മ്യൂസർ NI/2R ആണ് ഈ പറയപ്പെടുന്ന 3.14 × 10⁻³ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് I കാൽക്കുലേറ്റ് ചെയ്യുക, കറണ്ട് കിട്ടും. പിന്നെ NIA മാഗ്നറ്റിക് മൊമെൻറ്റ് M=NIA വെച്ചാൽ നമുക്കതിൽ എന്താ പറയുക മാഗ്നറ്റിക് മൊമെൻറ്റും കിട്ടും. ഫസ്റ്റ് ഓപ്ഷനാണ് 1 ആണ് ആൻസർ വരുന്നത്. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോയാൽ മാച്ച് ദി ഫോളോവിങ് അല്ലേ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് നോക്കി C(λh/p) എന്ന് പറഞ്ഞ ഡി ബ്രോളി ലെങ്താ. അപ്പോൾ C1 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇതിനകത്തുള്ളൂ, C1 വരുന്നത്. അപ്പോൾ എന്തായാലും ആൻസർ 1 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്, ഈ ഡയോഡും റിവേഴ്സ് ബയസ്ഡ് ആണ്. ഇപ്പോൾ ഈ രണ്ട് ഡയോഡുകളാണ് ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ളത്. എടാ അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് നോക്കി, ഇവിടെ വരുന്നത് 5 ഓമും ഇത് 2 ഓം ആണ്. അപ്പോൾ 5ഉം 2ഉം പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് 4/3 വരും. 4/3. എടാ ഇവിടെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 10 വോൾട്ട് ആണ് അല്ലേ, 10 വോൾട്ട് ആണ്. ഓക്കെ, 10 വോൾട്ട് തന്നെയാണ്. അപ്പോൾ 10/4/3 എന്ന് പറഞ്ഞാൽ 30/4 വിച്ച് ഇസ് ഈക്വൽ ടു 15/3. V 10 വോൾട്ട് ആണ്. 10/4/3 30/4 ദാറ്റ് ഈസ് 15/2 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം യൂണിറ്റി ആണ്. ഇഫ് ലൈറ്റ് ടേക്സ് 6 minutes and 40 seconds ഓക്കെ ടു റീച്ച് എർത്ത് ഫ്രം ദി സൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി ടൈം കൊടുത്താൽ മതി. ഈ വെലോസിറ്റി പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ 1 ആണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ന്യൂമറിക്കൽ വാല്യൂന് ഈക്വൽ ആണ്. ഇവിടെ 6 minutes 40 seconds ആണ് എന്ന് പറഞ്ഞാൽ 360 + 40 400 ആയിരിക്കും. 400 ആയിരിക്കും ആൻസർ വരുന്നത്. എടാ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഒരു ബോഡീനെ മുകളിലോട്ട് അറിയാം അല്ലേ, ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകുന്നതോറും പോസിറ്റീവ് വെലോസിറ്റി കുറഞ്ഞു വരും, താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് വെലോസിറ്റി കൂടി വരും. ഒരു സംശയമില്ല, C ആണ് ആൻസർ. C ഓൺലി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ എ വെർനിയർ കാലിപ്പേഴ്സ് 20 MSD coincide with 20 VSD coincide with 16 MSD അങ്ങനെയല്ലേ വരുന്നത്. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.02 ആയിരിക്കും. തേർഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. AC സർക്യൂട്ടിൽ 1 kilo ohm ആണ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ 0.1 മൈക്രോഫാരഡ് ആണ്, ഇൻഡക്ടർ 1 mH ആണ്, കണക്റ്റഡ് ഇൻ സീരീസ്. റെസൊണൻസ് ഫ്രീക്വൻസി 1/2π√LC കാൽക്കുലേറ്റ് ചെയ്താൽ 1/2π√LC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 15.9 kHz ആയിരിക്കും അല്ലേ. എടാ അടുത്തൊരു കേസ്, ഇതൊരു സോളിഡ് കണ്ടക്റ്റിംഗ് സിലിണ്ടറാണ്, യൂണിഫോം കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സോളിഡ് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് A ഓപ്ഷൻ ആയിരിക്കും. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ നമുക്കറിയാം 4th ഓപ്ഷനാണ് ആൻസർ വരിക. അപ്പോൾ ഇതിൽ 1. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഇത് വീസ്റ്റേൺ ബ്രിഡ്ജ് അറേഞ്ച്മെൻ്റ് ആണ്. ആ വീസ്റ്റേൺ ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റിലുള്ള കറണ്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 2 ആംപിയർ ആൻസർ വരും. എടാ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൺനൗൺ ന്യൂക്ലിയസ് ആസ് എ ന്യൂക്ലിയർ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ, 2.29. പിന്നെ മാസും തന്നിട്ടുണ്ട്. മാസ് നമ്പർ A അപ്രോക്സിമേറ്റ്ലി അവിടുത്തെ ഇത് ചോദിച്ചിട്ടുണ്ട്, അപ്രോക്സിമേറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആൻസറുകൾ ചെയ്ത് നോക്കിയാൽ 12 ആൻസർ കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് വയർ, സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്, 3 സെൻറ്റിമീറ്റർ ആണ്. സ്മോൾ കട്ട് ഈസ് മൂവിങ് out of the region with a uniform magnetic field of magnitude 0.3 Tesla, directed normal to the plane of loop. EMF developed across the cut, velocity of the loop is 2 cm. അപ്പോൾ ഓക്കെ, ഡയറക്ഷൻ നോർമൽ ടു ദി ഷോർട്ടർ സൈഡ്. അപ്പോൾ ഷോർട്ടർ സൈഡിന് നോർമലായിട്ടാണ് ഇത് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ BLV കൊടുക്കണം. L എന്ന് പറയുന്നത് ആ ഷോർട്ടർ സൈഡ് ആരാണോ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നത് അയാളുടെ ലെങ്ത് ആയിരിക്കണം BLV. അപ്പോൾ 0.3 ഇൻറ്റു ലെങ്ത് 3 സെൻറ്റിമീറ്റർ എടുക്കണം, ഇൻറ്റു V 2 cm/s കൊടുക്കണം. എടാ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും 1.8 × 10⁻⁴ അല്ലേ. എടാ ഇനി ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 100 ohm ആണ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഇതിലൂടെ ഇപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 10⁻³ ആംപിയർ ആണ്. നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് 10 ആണ്. അപ്പോൾ ശരിക്കും അവിടെ G/n-1 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 100/10⁻⁴ വരും. അപ്പോൾ 0.01 ആൻസർ വരും. 0.01 ആൻസർ വരും അല്ലേ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, സിമ്പിളി അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. എടാ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു കേസ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് K/4 ആണ്. നെക്സ്റ്റ് വൺ, ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഫോഴ്സ് 8 Newton ആണ്, അടുത്ത ഫോഴ്സ് 6 Newton ആണ്, റിസൾട്ടൻ ഫോഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ റിസൾട്ടൻ ആക്സിലറേഷൻ ആണ് ചോദിച്ചത് അല്ലേ. അവിടുത്തെ റിസൾട്ടൻ ഫോഴ്സ് 10 Newton ആയിരിക്കും. റിസൾട്ടൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2 m/s² ആയിരിക്കും. 2 m/s². എടാ അതിന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ y/x എന്ന് പറഞ്ഞാൽ 6/8, അതായത് 3/4 വിത്ത് 8 Newton ആയിരിക്കും. 3/4 വിത്ത് 8 Newton. തേർഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഓക്കെടാ
നെക്സ്റ്റ് വൺ, ഈ ഒരു കപ്പാസിറ്റർ അതിൽ ഓരോന്നിൻ്റെ ഇതെല്ലാം ഈക്വലാണ്. C1 C2 C3 ഇതെല്ലാം ഈക്വലാണ്, 10 ആണ്. അപ്പോൾ ഈ മുകളിലത്തെ എഫക്റ്റീവ് എന്ന് പറഞ്ഞ് 10/4 2.5 ആവും, താഴത്തെ എഫക്റ്റീവ് 2.5 ആണ്. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നാണ് 5 മൈക്രോഫാരഡ് ആണ്. 5 മൈക്രോഫാരഡ് മാത്രമല്ല എല്ലാത്തിലും ഈക്വൽ ചാർജ് ആയിരിക്കും, എല്ലാത്തിലും ഈക്വൽ ചാർജ് ആയിരിക്കും. കാരണം ഇവിടെ മുകളിൽ 2.5 മൈക്രോഫാരഡ് ആണ്, ഇതും 2.5 മൈക്രോഫാരഡ് ആണ്. ഇത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇതിലെല്ലാത്തിലും സെയിം ചാർജ് ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. എടാ ഇതാണ് ഇതിനകത്തൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഈ കൺഫ്യൂസിങ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെൻറ്റ് ദ പൊസിഷൻ ഓഫ് ദി സെൽ ഇ ആൻഡ് ഗാൽവനോമീറ്റർ ജി ആർ ഇൻ്റർചേഞ്ച്ഡ് വി ഷാൽ ഒബ്സർവ് ഇൻ ദി ഗാൽവനോമീറ്റർ ഓൺലി ദി റൈറ്റ് സൈഡ് ഡിഫ്ലക്ഷൻ. അല്ല, റൈറ്റ് സൈഡ് ഡിഫ്ലക്ഷൻ മാത്രമല്ല, ഓൺലി ദി ലെഫ്റ്റ് സൈഡ് ഡിഫ്ലക്ഷൻ. ദർ വിൽ ബി നോ ഡിഫ്ലക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ജോക്കി. ബോത്ത് റൈറ്റ് സൈഡഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഡിഫ്ലക്ഷൻ ആൻഡ് ദി ബാലൻസ് പോയിൻറ്റ് അറ്റ് ബാലൻസ് പോയിൻറ്റ് നോ ഡിഫ്ലക്ഷൻ. ബാലൻസ് പോയിൻറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, പിന്നെ ജോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും ഡിഫ്ലക്ഷൻ വരും. അപ്പോൾ ആൻസർ വരുന്നത് ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. എടാ നെക്സ്റ്റ്, പവർ ഓഫ് എ ക്രെയിൻ വിച്ച് ലിഫ്റ്റ് എ മാസ് ഓഫ് 1000 കിലോഗ്രാം ഇൻ ഹൈറ്റ് 20 മീറ്റർ ഇൻ 10 സെക്കൻഡ് mgh/t ചെയ്താൽ കിട്ടുന്ന ആൻസറാണ്. ഇത് വളരെ പെട്ടെന്ന് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. 19.6 ആയിരിക്കും ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് അല്ലേ. എടാ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് യങ്സ് മോഡുലസ് അതായത് A2 വരുന്ന ഒറ്റ ഓപ്ഷൻ ഇതിൽ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ആൻസർ A2 വരുന്നത്. എടാ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. റേ ഓഫ് ലൈറ്റ് എമിനേറ്റിംഗ് ഫ്രം ദി ഒബ്ജക്ട് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സ് ഓഫ് ലെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദി ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതെല്ലാം ആൻസർ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. എടാ നെക്സ്റ്റ്, ഇതിൽ എ തിൻ വയർ ഓഫ് ലെങ്ത് L ആൻഡ് ലീനിയർ മാസ് ഡെൻസിറ്റി M/L ആണ്. ഓക്കെ, M. ഓക്കെ, ഈസ് ബെൻഡ് ഇൻ ടു എ റിംഗ്. ഓക്കെ ഓക്കെ, ആസ് ഷോൺ ഇൻ ദി ഫിഗർ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ശരിക്കും ഇത് ചെയ്യേണ്ടത് mr² + mr², അതായത് 3/2 mr² വരും. പക്ഷേ അതിനകത്ത് R മാറ്റേണ്ടി വരും അല്ലേ. നമുക്ക് M/L തന്നിട്ടുണ്ട്, അതിന് R മാറ്റേണ്ടി വരും. അപ്പോൾ ആൻസർ കിട്ടുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും 21. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. 3 ml³ / 8π². എടാ, each side of a metallic cube of mass 5.58 kg is measured to be 90 cm. Keeping the significant figure in view, the density of the material of the wire expressed as. Okay, എടാ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്തു നോക്കിയാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാസ് ബൈ വോളിയം ചെയ്തു നോക്കി. മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്, ഇതിനകത്ത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ആൻസറിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. അപ്പോൾ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇതും തെറ്റാണ്. ഇനി ആൻസർ 204 ആണ് വരാൻ. ഇത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു, ഇതിൻ്റെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 7.654 അങ്ങനെയാണ് വരുന്നത്. NCERT ഈ 4 വന്നാൽ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ 7.65 വന്നാൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് 5 ആണ്, തൊട്ടുമ്പത്തെ ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ ലെഫ്റ്റ് അൺചേഞ്ച് എന്നാണ് പറഞ്ഞത്. പക്ഷേ 5ന് ശേഷം ഡിജിറ്റ് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് 7.7 ആയിരിക്കും. 7.7 കേട്ടോ. എടാ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ അത് ട്രാവലിംഗ് ഹാർമോണിക് വേവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻസർ നമുക്ക് ചോദിച്ചിട്ടുള്ളത് 8π റേഡിയൻ. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ കുഴപ്പമൊന്നുമില്ല, T സെക്കൻഡ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 0.5 മീറ്റർ. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.8π റേഡിയൻ ആയിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ. എടാ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ റേ ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത്രത്തോളം കൺഫ്യൂസിങ് അല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് 40 ഡിഗ്രി ആണ്. നെക്സ്റ്റ് വൺ, ഇത് നോക്ക്, ഇത് സിംപ്ലി ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഈ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഫോർ സിമ്പിൾ പെൻഡുലം ഹാവിങ് ടൈം പീരീഡ് അങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് കൈനറ്റിക് എനർജി ടൈം ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. കൈനറ്റിക് എനർജി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇതല്ലാതെ മറ്റൊന്നും ആവില്ലല്ലോ. ഓക്കെ, കൈനറ്റിക് എനർജി മാറുന്നുണ്ട് പക്ഷേ നെഗറ്റീവ് ആകുന്നില്ലല്ലോ. നെക്സ്റ്റ്, റെസിസ്റ്റർ കണക്റ്റഡ് ടു ബാറ്ററി 12 വോൾട്ട്, EMF ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2 ohm. ഇഫ് ദ കറൻറ്റ് ഇൻ ദി സർക്യൂട്ട് ഈസ് 0.6 ആംബിയർ, കറൻറ്റ് 0.6 ആംബിയർ ആണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ വേണ്ടതാണ്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് E-IR ചെയ്താൽ ആൻസർ ആയി. അപ്പോൾ 12 - 1.8 എന്ന് പറഞ്ഞാൽ 10.8, 1.2, 12 - 10, 1.2 അല്ലേ. V equal to E-IR, 12 - 0.6 × 2, 1.2, that is 10.8 ആയിരിക്കും ആൻസർ. എടാ നെക്സ്റ്റ് വൺ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു റൈസ് എ മാസ് M ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ടു എ ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത് വിൽ ബി. സിമ്പിളായിട്ടുള്ള സംഭവം mgr/2 ആണ് ആൻസർ വരുന്നത് അല്ലേ. mgr/2
ഒക്കെ നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ അറിയുന്ന കുറേ കാര്യങ്ങളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈസ് ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് എ റേറ്റ്. കൊടുക്കുന്ന ഹീറ്റ് 100 ജൂൾ പെർ സെക്കൻഡ് ആണ്, 100 വാട്ടാണ്. സിസ്റ്റം പെർഫോംസ് വർക്ക്, അവിടുത്തെ വർക്ക് 75 ജൂൾ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ എനർജി 25 വാട്ട് അല്ലെങ്കിൽ 25 ജൂൾ പെർ സെക്കൻഡ് ആയിരിക്കും. റൂം ഹീറ്റർ 400 വാട്ട് 220 വോൾട്ട്, സപ്ലൈ വോൾട്ടേജ് 200 വോൾട്ട്. വാട്ട് വിൽ ബി ദി പവർ കൺസ്യൂംഡ്? പവർ കൺസ്യൂംഡ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 331 വാട്ട്സ് ആയിരിക്കും പവർ കൺസ്യൂംഡ്. എടാ നെക്സ്റ്റ്, വെൻ റൂളർ ഫാൾസ് വെർട്ടിക്കലി 5 ഡിഫറെൻറ്റ് പേഴ്സൺസ് ഈ ക്യാച്ച് ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് റിയാക്ഷൻ ടൈം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ചെയ്യണമെങ്കിൽ S=12 റിയാക്ഷൻ ടൈം കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് ട്രാവൽഡ് കൂടിയിരിക്കും, റൂളർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടിയിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ടൈം ഉള്ളത് ഈ 0.22 ആണ്. അപ്പോൾ ഫസ്റ്റ് ബി വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്നാണ്. രണ്ടാമത് റിയാക്ഷൻ ടൈം ഉള്ളത് ഇക്കാണ്, 0.21 ആണ്. അപ്പോൾ ബി ഇതും വീണ്ടും അങ്ങനെയായി. മൂന്നാമത്തെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് എ ആണ്, മൂന്നാമത് വരേണ്ടത് എ ആണ്. അപ്പോൾ അപ്പോഴും മാറ്റല്ല. പിന്നീട് റിയാക്ഷൻ ടൈം ഡി ആണ്. അപ്പോൾ അത് ഡി, ആൻസർ വരുന്നത് ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് അല്ലേടാ. ലാസ്റ്റ് സി വരുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ 2 അൺചാർജ്ഡ് കപ്പാസിറ്റേഴ്സ് ഓഫ് ഈക്വൽ കപ്പാസിറ്റൻസ് 200 picofarad. One of them is charged by a 100-volt battery and disconnected. Now this capacitor is connected to uncharged capacitor. Amount of electrostatic energy half C1 C2 divided by C1 plus C2 into V1 minus V2 whole square. അപ്പോൾ ഹാഫ് ഇൻറ്റു ശരിക്കും C1 C2 divided by C1 plus C2 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് C/2 100 ആയിരിക്കും. പൈക്കോഫാരഡിലാണ് അല്ലേ. ഇപ്പോൾ ആൻസർ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു 0.5 ഇൻറ്റു 10⁻⁻6 ആയിരിക്കും ആൻസർ. ഈ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V2ൻ്റെ വാല്യൂ 0 ആണ്, V1 നമുക്ക് 100 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 31.2 ആയിരിക്കും. ഓക്കെ എടാ നെക്സ്റ്റ് വൺ, 0.5 ഇൻറ്റു 10⁻⁻6. Savida, +1 student, while conducting an experiment determining the effective length of simple pendulum L, notes that the data of time taken to complete 30 oscillations is 60 seconds. 30 ഓസിലേഷൻ എടുക്കുന്ന സമയം 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണ്. ഹെൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു സെക്കൻഡ്സ് പെൻഡുലാണ്. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം 2 സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡ്സ് പെൻഡുലാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഫോർത്ത് ആയിരിക്കും അല്ലേ, ഫോർത്ത് വൺ ആയിരിക്കും. എടാ അടുത്ത കേസ്, peak value of alternating current is 5 ampere and frequency 60 hertz. How long will the current starting from 0 to take to reach peak value? അത് T/4 ആണ്, T/4. അതെന്ന് പറഞ്ഞാൽ 1/60 divided by 4, അതായത് 1/240 ആയിരിക്കും ആൻസർ, 1/240. ഓക്കെ നെക്സ്റ്റ് വൺ, interference and diffraction of the light energy is redistributed if it reduces in one region producing a dark fringe, increasing another region produces bright fringe. Okay. As there is no gain or loss of energy, these phenomena are consistent with the principle of conservation of energy. This is consistent with the principle of conservation of energy. അപ്പോൾ എ ശരിയാണ്. ഡിഫ്രാക്ഷൻ ആൻഡ് ഇൻ്റർഫറൻസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സിബിറ്റ് ഓൺലി ലൈറ്റ് വേവ്സ് മാത്രമൊന്നുമല്ല. അപ്പോൾ ബി ഫാൾസ് ആണ്. ഓക്കെ അടുത്ത കേസ്, ബോക്സ് ഓഫ് മാസ് 15 kilogram is kept on a floor on a stationary trolley. Coefficient of static friction between box 0.12 ആണ്. Keeping the box stationary state over the trolley, the maximum acceleration with which trolley can be moved. വളരെ സിമ്പിളായിട്ട് μg ചെയ്താൽ മതി, കിട്ടുന്ന ആൻസർ 1.2 ആയിരിക്കും. എടാ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പെൻഡുലം is 0.02. The speed of the simple pendulum of the bob at equilibrium പൊസിഷനിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി ½ mv², അതായത് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുമ്പോൾ ½ mv² 0.02. മാസ് 20 gram ആണ് തന്നിട്ടുണ്ട്. അവിടുന്ന് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, 1.41. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് വോളിയം ഓഫ് ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു A⁻⁴. തെറ്റാണ്, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. വോളിയം A⁻⁴ ഇതല്ല, ശരിയല്ലേ. ഇനി അടുത്ത കേസ്, ദ വോളിയം ഓഫ് ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ. അപ്പോൾ ബി ശരിയായിട്ട് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഇനി ദ ഡിഫറൻസ് ഓഫ് മാസ് ആൻഡ് ആറ്റം ഈസ് ന്യൂക്ലിയസ് ഈസ് കാൾഡ് മാസ് ഡിഫക്റ്റ്. സി തെറ്റാണ്. അപ്പോൾ ഇതല്ല, ആൻസർ വരുന്നത് ബി ആൻഡ് ഡി ആർ ട്രൂ. ഇതാണ് ആൻസർ വരിക, ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ വരുന്നത്. Next one, angular speed of a flywheel is increased from 600 to 1200 rpm in 10 seconds. Number of revolution, okay, completed in flywheel during this time. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. θ is equal to ω1 plus ω1 plus ω2 divided by 2 into, അതായത് θ is equal to ω1 plus ω2 by 2 into t ചെയ്താൽ മതി. ഇതിൽ തീറ്റയ്ക്ക് പകരം നമുക്ക് 2π എന്നാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് n ആയിരിക്കും. ω1 എന്ന് പറഞ്ഞത് 2πf1, ω2 എന്ന് പറഞ്ഞത് 2πf2. അപ്പോൾ രണ്ട് സ്ഥലത്തും 2π ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് n is equal to f1 plus f2 divided by 2 into t എന്ന് ചെയ്താൽ ആൻസർ ആകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു 150 ആയിരിക്കും ആൻസർ, 150. ഓക്കേടാ, 150 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ നെക്സ്റ്റ്, സബ്മറൈൻ ഈസ് ഡിസൈൻഡ് ടു വിത്ത്സ്റ്റാൻഡ് ആൻ അബ്സല്യൂട്ട് പ്രഷർ 100 atm.
ഓക്കെ, അപ്പോൾ പി എ പ്ലസ് HROG ആണ് ഈ 100 ATM എന്ന് പറയുന്നത്. ഹൗ ഡീപ്പ് ക്യാൻ ബി, നമുക്ക് വളരെ സിമ്പിളായിട്ട് പി എ പ്ലസ് HROG ഈസ് ഈക്വൽ ടു 100 ATM ആണ്. ഹൗ ഡീപ്പ് ഇറ്റ് ഗോ ബിലോ ദി വാട്ടർ. ഓക്കെ, അപ്പോൾ അതിന്ന് പി എക്ക് പകരം 1 ATM കൊടുത്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 990 മീറ്റർ എന്ന് കിട്ടും അല്ലേ. എടാ മാച്ച് ദി ഫോളോയിങ്, ഇതൊരു മൈക്രോവേവ്, വിസിബിൾ ലൈറ്റ്, അപ്പോൾ ഗാമ റൈസ് നമുക്ക് അറിയുന്നതൊക്കെ ഇങ്ങനെ. മൈക്രോവേവ് എ എന്തായാലും നമുക്ക് വരുന്നത് A4 ക്ലിസ്ട്രോൺ അല്ലേ, മൈക്രോവേവ് ക്ലിസ്ട്രോൺ ആയിരിക്കും. A4 വരണം, A4 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ വിസിബിൾ ലൈറ്റ്, ഇലക്ട്രോൺ ഇൻ ആറ്റംസ്, B1 വരണം. ഇതിൽ B1. അപ്പോൾ 4th ഓപ്ഷൻ മാത്രമാണ് ആൻസർ. വിസിബിൾ ലൈറ്റിൻ്റെ കേസ് B1 ആയിരിക്കും, അത് 4th ഓപ്ഷൻ ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0. ഇത് ശരിയാണ്, എ ശരിയാണ്. അപ്പോൾ എ ശരി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്, എ വരുന്നതാണ് ആൻസർ. അപ്പോൾ ഇതല്ല ആൻസർ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സർഫസ് ഓഫ് ദി ചാർജ് കണ്ടക്ടർ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓൺ ഇറ്റ്സ് ചാർജ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി സർഫസ് ഓഫ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ചാർജ് ഡെൻസിറ്റി. അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചാർജ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി തെറ്റാണ്. ഓക്കെ, ഇനി ദ ഇൻറ്റീരിയർ ഓഫ് ദി ചാർജ്ഡ് കണ്ടക്ടർ ഹാവ് നോ എക്സസ് ചാർജ്. ശരിയാണ്, സർഫസിലെ ചാർജ് ഉള്ള. അപ്പോൾ സി ശരിയാണ്, ബി തെറ്റാണ്, സി ശരിയാണ്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അല്ലേ, ഇത് പോയി. ഓക്കെ, ഇനി അറ്റ് ദി സർഫസ് ഓഫ് ചാർജ്ഡ് കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ്. ഡി ശരിയാണ്, ഡി ശരിയാണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് 0 എവരിവർ. അപ്പോൾ 3rd ഓപ്ഷൻ ആയിരിക്കും ആൻസർ. 41 3rd ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഫോർ മെറ്റൽ വർക്ക് ഫംഗ്ഷൻ 6.6 EV ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഡസ് നോട്ട് ഗീവ് റൈസ് ടു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എടാ ഇത് ചെയ്യണമെങ്കിൽ നാനോമീറ്ററിലാണ്. 1240 1240 ഡിവൈഡ് ബൈ 6.6, അത് 200 മുകളിലാണ് വരിക. 1240 ഡിവൈഡ് ബൈ 6.6 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അങ്ങനെയല്ലേ വരിക. അപ്പോൾ അതിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾക്ക് 200 കഴിയില്ല. 200 താഴെയാണ് വരുന്നത്. അപ്പോൾ 200 കഴിയില്ല, ബാക്കി എല്ലാ ആളുകൾക്കും അത് കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫസ്റ്റ് എക്സൈറ്റഡ് state of hydrogen atom, the energy of -3.4, radial distance of electron from the hydrogen nucleus is 43 അല്ലേ. radial distance of hydrogen nucleus 2.1 into 10 - 10 ആൻസർ വരുന്നതായിരിക്കും. അതായിരിക്കും ആൻസർ. 44th question, the statements are given below. When the forward bias voltage across a PN junction diode increases above certain ത്രെഷോൾഡ് വോൾട്ടേജ്, ഡയോഡ് കറണ്ട് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി. ശരിയാണ് അല്ലേ. ഓക്കെ, അത് ഡയോഡ് കറണ്ട് സിഗ്നിഫിക്കൻ്റ്. നമ്മളതിൻ്റെ ഗ്രാഫൊക്കെ ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. ദി കറണ്ട് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ അസേഷൻ ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ബി ഫാൾസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 2nd ഓപ്ഷൻ ആയിരിക്കും, 2. ഓക്കെടാ. നെക്സ്റ്റ് വൺ, ഫ്ലാസ്ക്. എ ഫ്ലാസ്ക് കണ്ടെയ്ൻ ആർഗൺ ആൻഡ് ക്ലോറിൻ ഇൻ ദി റേഷ്യോ ഓഫ് 2:1 by mass. Temperature of the mixture is 27 degrees Celsius. Ratio of root mean square speed of the molecules of two gases. ഉറപ്പായിട്ടും റൂട്ട് ഓഫ് 3RT ഡിവൈഡ് ബൈ എം ആണ്. ടെമ്പറേച്ചർ സെയിം ആണ്. മോളാർ മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മോളാർ മാസിൻ്റെ റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ മതി. അങ്ങനെ മോളാർ മാസിൻ്റെ റേഷ്യോ എടുത്താൽ √7/2 ആയിരിക്കും ആൻസർ. √7/2. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വിക്കായിട്ട് ഇതിൻ്റെ ആൻസറിലൂടെ ഒന്ന് പോയാൽ കിട്ടുന്ന ആൻസേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, താങ്ക് യു.